ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BA ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒരു വർഷം കഴിഞ്ഞു, അടുത്ത വർഷത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിപ്പോൾ ഒന്നും കൂടി കൂടുതലായി നോളജൊക്കെ കിട്ടി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ബേസൊക്കെ കൂടുതലായി അറിഞ്ഞിരിക്കുന്ന സമയമാണ്. നൗ വി ആർ മൂവിങ് ടു അമേരിക്കൻ ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അമേരിക്കൻ ലിറ്ററേച്ചറും. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, കാരണം നെറ്റും JRFനൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ അമേരിക്കൻ ലിറ്ററേച്ചറിന് നമുക്ക് തന്നിരിക്കുന്നത് കുറച്ച് ഡ്രാമ, ഷോർട്ട് ഫിക്ഷൻ, നോവൽ, അങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നോവൽസും ഡ്രാമാസും ഷോർട്ട് ഫിക്ഷൻസും അതുപോലെ തന്നെ പോയട്രിയും ഡീൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 അമേരിക്കയുടെ ഒരു മൊത്ത ഹിസ്റ്ററിയുടെ ഒരു കുഞ്ഞു ഇൻട്രൊഡക്ഷൻ, അമേരിക്കൻ ഡ്രാമയുടെ കേട്ടോ. ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ കുറേ പീരീഡ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ആ പീരീഡ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് PPT ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ആ ഒരു ലെവലിൽ അത് പഠിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് അമേരിക്കൻ ഡ്രാമയുടെ ഒരു മൊത്തം ഇൻട്രൊഡക്ഷൻ, ഒരു കുഞ്ഞു ഇൻട്രൊഡക്ഷനും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റൈറ്ററായ ആർത്തർ മില്ലറിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. ആർത്തർ മില്ലർ അത്ര ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സണാലിറ്റി ആണ് അമേരിക്കൻ ഡ്രാമയിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പഠിക്കാൻ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അമേരിക്കൻ ഡ്രാമയുടെ ഒരു കുഞ്ഞു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, അമേരിക്കൻ ഡ്രാമ ബിഗിൻ ചെയ്യുന്നത് 1600 1700 കാലഘട്ടങ്ങളിലാണ്. അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂറോപ്പിൽ നിന്ന് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന ആളുകൾ അമേരിക്കയിലേക്ക് എത്തിയപ്പോഴാണ് ആ ഒരു തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, യൂറോപ്പിൽ ആ ഒരു കാലഘട്ടത്തിൽ വില്യം ഷേക്സ്പിയർ, അതുപോലെ ക്രിസ്റ്റഫർ മാർലോ, ഇവരെല്ലാവരും അവിടെ ഉണ്ട്. അവരുടെ വർക്ക്സ് അവിടെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അത്രയും ഫെയിമായി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അവരുടെ ഇൻഫ്ലുവൻസ് എന്തായാലും നമ്മുടെ അമേരിക്കൻ ഡ്രാമയിലും ഉണ്ടാകും. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെയും ഡ്രാമയുടെ ഒരു ബിഗിനിങ് തുടങ്ങുന്നത്. ദെൻ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 1600 1700 കാലഘട്ടത്തിലാണ് കൊളോണലൈസേഷൻ, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ വന്നത്. അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കോളനികളായി മാറാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഡെഫിനറ്റ്ലി ആ സമയത്ത് കൊളോണിയൽ ലിറ്ററേച്ചറാണ് കാണാൻ സാധിക്കുക. കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കാലഘട്ടത്തിലുള്ള പീപ്പിൾസിൻ്റെ സഫറിങ്, അതുപോലെ അവർ ജനങ്ങളെ ഒപ്പം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ റൈറ്റിങ്സിലൂടെ ഒരുപാട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെയാണ് ആ ഒരു കാലഘട്ടത്തിൽ റൈറ്റിങ്സ് ഉണ്ടായിരുന്നത്. ഇനി അവിടെ ആ ഒരു കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ 1600 1700 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റൈറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ജോൺ സ്മിത്ത്, ഹി വാസ് എ സോൾജിയർ. ദെൻ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് എ ട്രൂ റിലേഷൻ ഓഫ് വെർജീനിയ ആൻഡ് സമ്മർ ഐസ്ലസ്. ആദ്യത്തെ വ്യക്തി നമുക്ക് പറഞ്ഞു തന്നത് ജോൺ സ്മിത്ത് ആണ്. അദ്ദേഹം ഒരു സോൾജിയർ ആണ്. എ ട്രൂ റിലേഷൻ ഓഫ് വെർജീനിയയും അതുപോലെ ദ സമ്മർ ഐസ്ലസ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. പിന്നീട് വരുന്നത് ഡാനിയൽ ഡെൻഡൺ, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ന്യൂയോർക്ക്, അതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. ദെൻ വില്യം പെൻ, ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ പ്രൊവിൻസ് ഓഫ് പെൻസിൽവാനിയ, അതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. തോമസ് ആഷ്, കരോലിന, 25th. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 27th 1665 വില്യം ഡാർബി, കൊർലീനിയസ് വാട്കിൻസൺ, ഫിലിപ്പ് ഹോവാർഡ്, ഇവർ 3 പേരും ചേർന്ന് ആദ്യമായിട്ടൊരു പ്ലേ പെർഫോം ചെയ്തു. അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. 27th August 1665 വില്യം ഡാർബി, കൊർലീനിയസ് വാട്കിൻസൺ, ഫിലിപ്പ് ഹോവാർഡ്, ഇവർ 3 പേരും ചെയ്ത് ഫസ്റ്റ് പ്ലേ പെർഫോം ചെയ്തു. ഈ പ്ലേയുടെ പേര് എ ബാരെ ആൻഡ് എ ക്യൂബെ എന്നാണ്. പക്ഷെ ആക്ച്വലി അത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്ന് അറിയില്ല. ആ കാലഘട്ടത്തിലുള്ള ഒരു ഇംഗ്ലീഷാണ് പറയുന്നത്. ദെൻ മോഡേണിൽ പറയുമ്പോൾ ദ ബിയർ ആൻഡ് ദ കബ് എന്നാണ് ആ ഒരു ടൈറ്റിൽ റെഫർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആരേനെ, നല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് റൈറ്റേഴ്സിനെ. പിന്നെ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് റോബർട്ട് ഹണ്ടറിൻ്റെ ആൻഡ്രോബോറസ്, വൺ ഓഫ് ദ ഗുഡ് പ്ലേ എന്ന് പറയാം. റോബർട്ട് ഹണ്ടറിൻ്റെ ആൻഡ്രോബോറസ്. ദെൻ റോബർട്ട് മുൻഫോർഡ്, ദ കാൻഡിഡേറ്റ്സ് ഓഫ് ദ ഹ്യൂമറസ് ഓഫ് വെർജീനിയ.
എലക്ഷൻ. സോ വൺ മോർ പ്ലേ ആണ് റോബർട്ട് മുൻഫോർഡിൻ്റെ ദ കാൻഡിഡേറ്റ്സ് ഓഫ് ദ ഹ്യൂമേഴ്സ് ഓഫ് വെർജീനിയ എലക്ഷൻ. ദെൻ തോമസ് ഗോഡ്ഫ്രെ ദ പ്രിൻസ് ഓഫ് പരിന്തിയ. സോ 1600-1700 കാലഘട്ടത്തിൽ മൊത്തം ഒരു 8 റൈറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. ഇതിലൊരു 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഒരു എസ്സേ എഴുതുമ്പോൾ എഴുതാനുള്ളതാണ്, അത് മൊത്തം പഠിക്കണം എന്നാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ആർത്തർ മില്ലറിനെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയായിരുന്നു ഇൻട്രൊഡക്ഷൻ, ഇതിൽ ആർത്തർ മില്ലർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഒരു കുറച്ച് പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. ദെൻ 1800 കാലഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. സോ 1800 കാലഘട്ടങ്ങളിലാണ് മെലോ ഡ്രാമയുടെ ഒരു വരവ്. സോ മെലോ മീൻസ് മ്യൂസിക്കൽ ഡ്രാമയാണ്. ഈ ഡ്രാമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇമോഷൻസ്, ഓഡിയൻസിൻ്റെ ഇമോഷൻസിനെ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്കറിയാം മ്യൂസിക്കും കൂടി ആയാൽ, ഇപ്പോൾ KGFൻ്റെ ആ ഒരു പാട്ട്, മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു പാട്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് നമ്മൾ അത്രയ്ക്ക് അതിലേക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ആയത്. സോ ആ ഒരു മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ്, മെലോ ഡ്രാമ ഈ മ്യൂസിക്കിലൂടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, സ്റ്റോറി മ്യൂസിക്കിലൂടെയും മ്യൂസിക്കിൻ്റെ സപ്പോർട്ടും കൂടി കൂടിയിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. സോ അത് ആ ഒരു കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. അത് തുടങ്ങി വെച്ചത് വില്യം ഡൺലോപ്പിനാണ്. ആൻഡ്രി എന്ന് പറഞ്ഞ 1798 ഡ്രാമയിലൂടെയാണ് അതിൻ്റെ തുടക്കം. പിന്നീട് വന്ന 2 പേര് ജെയിംസ് നെൽസൺ ബാർക്കൺ, അദ്ദേഹത്തിൻ്റെ വർക്ക് മെർമിയോൺ സൂപ്പർസ്റ്റിഷൻ, ദ ഇന്ത്യൻ പ്രിൻസസ്. ദെൻ ജോൺ അഗസ്റ്റസ് സ്റ്റോൺ, മെറ്റമോറ. ഈ മെറ്റമോറ എന്ന വർക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ദെൻ 19th സെഞ്ച്വറിയിൽ റൊമാൻറ്റിസിസം വന്നു. ഈ റൊമാൻറ്റിസിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. നാച്ചുറൽ ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇൻഡിവിജ്വൽ ഇമാജിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വർക്കുകളാണ് റൊമാൻറ്റിസിസത്തിൽ വരിക. നമ്മളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആരൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? വില്യം വേർഡ്സ്വർത്ത്, PB ഷെല്ലി, ജോൺ കീറ്റ്സ്, ആൽഫ്രഡ് ടെന്നീസൺ. PB ഷെല്ലിയുടെ വർക്കുകളൊക്കെ എടുത്താൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാവും എത്രത്തോളം ആ ഒരു ഇമാജിനേഷനൊക്കെ അതിൽ വന്നിട്ടുണ്ടെന്ന്. സാമുവൽ കോൾറിഡ്ജിൻ്റെ കുബ്ലാഖാൻ എന്ന വർക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്തൊക്കെ ഇമാജിനേഷനിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ എല്ലാ വർക്കിലും നമുക്കറിയാം നാച്ചുറിൻ്റെ ഒരു എഫക്റ്റ്, നാച്ചുർ എത്രത്തോളം വർക്കുകളിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്, ആ നാച്ചുറിനോടുള്ള ഫോൺനെസ് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കൊന്നും കിട്ടും. സോ അങ്ങനെയാണ് ആ ഒരു പീരീഡിൻ്റെ പ്രത്യേകത, അതാണ് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ അതാണ്. സോ ആ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് 1855 ജോർജ് ഹെൻറി ബോക്കറിൻ്റെ ഫ്രാൻസെസ്ക ഡാ റെമിനി എന്ന് പറഞ്ഞ വർക്കാണ്. വൺ മോർ ടൈം ഞാൻ പറയാം. 1855 ജോർജ് ഹെൻറി ബോക്കറിൻ്റെ ഫ്രാൻസെസ്ക ഡാ റെമിനി, ആ ഒരു വർക്കാണ് ആ കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻറ്റ് വർക്ക്. പിന്നീട് വന്നത് ബ്രൂട്ടസ്, ദ ഫോൾ ഓഫ് ടാരാക്കിൻ, ജോൺ ഹൊവാർഡ് പെയ്നിയുടെ വർക്കാണ്. ദെൻ ദ ഗ്ലാഡിയേറ്റർ, റോബർട്ട് മൊണോട്ടോഗമറി ബേർഡ്, അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ഈ സമയത്താണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നടക്കുന്നത്. ആനുവൽ അവാർഡ്, ഇങ്ങനെയുള്ള ബെസ്റ്റ് ഡ്രാമയ്ക്ക് ആനുവൽ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എഡ്വിൻ ഫോറസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1820 അത് കിട്ടിയത്, ആദ്യമായി കിട്ടിയത് മെറ്റമോറ, ജോൺ അഗസ്റ്റസ് സ്റ്റോണിൻ്റെ മെറ്റമോറയ്ക്കാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് മെറ്റമോറ നോട്ട് ചെയ്ത് വെക്കാൻ. ബിക്കോസ് ഓഫ് ദിസ് ആനുവൽ അവാർഡ് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ ഒരു വർക്കിനെയാണ്. സോ ആനുവൽ അവാർഡ് നമുക്കറിയാം, ഒരു ഡ്രാമ എഴുതണമെങ്കിൽ, ജനങ്ങൾക്കിടയിൽ ഡ്രാമയ്ക്കൊരു വില കിട്ടണമെങ്കിൽ അതിനെ കുറച്ച് അവാർഡ്സൊക്കെ വേണം. ഇപ്പോൾ ഡ്രാമ തുടങ്ങിയത് തന്നെ ഗ്രീക്കിൽ നിന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അരിസ്റ്റോഫെയിൻസ്, സോഫോക്ലസ്, യൂരിപ്പിഡസ് ഇവരെല്ലാം ഡ്രാമ കോമ്പറ്റീഷനിലാണ് അവർ ഡ്രാമ പ്രസൻറ്റ് ചെയ്തിരുന്നത്. അതൊരു ഇൻസ്പിറേഷനാണ്. ആ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെയും ആനുവൽ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്. ദെൻ 19th സെഞ്ച്വറിയിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ വെറൈറ്റീസ്, ബ്യൂസി കോൾട്സ്, അദ്ദേഹത്തിൻ്റെ വർക്ക് ദ പൂർ ഓഫ് ദ ന്യൂയോർക്ക്, ഡാലീസ് അണ്ടർ ഗ്യാസ് ലൈറ്റ്. ദെൻ ബെലാസ്കോ, ദ ഗേൾ ഓഫ് ദ ഗോൾഡൻ വെസ്റ്റ്, ദ ഹാർട്ട് ഓഫ് മാരിലൻ. അങ്ങനെ 2 റൈറ്റേഴ്സിൻ്റെ വർക്കുകളുമുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പീരീഡ് വരികയാണ്, ദാറ്റ് ഈസ് റിയലിസ്റ്റിക് പീരീഡ്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് റൊമാൻറ്റിക് പീരീഡ്. കാരണം റൊമാൻറ്റിക് എന്താണെന്ന് നമുക്കറിയാം, ഇമാജിനേഷൻ ആണ്, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ റിസംബിൾസ് റിയൽ ലൈഫ്, നമ്മുടെ റിയൽ ലൈഫിനെ ഫോളോ ചെയ്ത് നമ്മുടെ റിയൽ ലൈഫിലുള്ള സ്റ്റോറികളാണ് അതിൽ വരുന്നത്. സോ ഇതൊരു റിയാക്ഷൻ അഗെയിൻസ്റ്റ് റൊമാൻറ്റിസം ആണ്. സോ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വില്യം ഡീൻ ഹോവെൽസ്, ഹെൻറി ജെയിംസ്, വാൾട്ട് വിറ്റ്മാൻ, മാർക്ക് ട്വെയിൻ, ജാക്ക് ഹാൻഡ്, കെയ്റ്റ് ചോപ്പിൻ, സ്റ്റീഫൻ ക്രെയിൻ.
സോ ഇത്രയും പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. വൺ മോർ ടൈം പറയാം. വില്യം ഡീൻ ഹൊവെൽസ്, ഹെൻറി ജെയിംസ്, വാൾട്ട് വിറ്റ്മാൻ, മാർക്ക് ട്വെയിൻ, ജാക്ക് ഹാൻഡ്, കെയ്റ്റ് ചോപ്പിൻ, സ്റ്റീഫൻ ക്രെയിൻ. സോ ഇത്രയും പേരുടെ വർക്ക്. ഇതിലിപ്പോൾ റിയലിസം എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ വൺ ഓഫ് ദ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർക്ക് ട്വെയിൻ്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കൽബറി ഫിൻ എടുത്താൽ ആ ഒരു വർക്കിൽ കൃത്യമായിട്ട് റേസിസം പോർട്രേ ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബ്ലാക്കിനോടുള്ള വൈറ്റ്സിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് കൃത്യമായി എഴുതിയിട്ടുള്ളൊരു വർക്കാണ് മാർക്ക് ട്വെയിൻ്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കൽബറി ഫിൻ. സോ അതുപോലെ ഓരോ വർക്കിലും കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവർ നമുക്ക് തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ റൈറ്റേഴ്സിൻ്റെ പേര് പഠിക്കുക. 1600-1700 കാലഘട്ടങ്ങളിൽ 7-8 റൈറ്റേഴ്സേ ഉള്ളൂ. ദെൻ ബാക്കിയുള്ളതിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക ഈ ഒരു സെക്ഷൻ, പേരുകൾ വിടാതെ പഠിക്കുക. ദെൻ നമുക്കിനി ആർത്തർ മില്ലറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇനി ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ ആർത്തർ മില്ലറും പറഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞ ആർത്തർ മില്ലറിൻ്റെ ഒരു പ്ലേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് വരാമെന്നാണ് വിചാരിച്ചത്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് ഇത് രണ്ടുമാണ്, ഇൻട്രൊഡക്ഷനും അതുപോലെ ആർത്തർ മില്ലറിൻ്റെ ഒരു ചെറിയ ബയോഗ്രഫിയും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേ കൂടി നമുക്ക് നോക്കാം കേട്ടോ നെക്സ്റ്റ് സെക്ഷനിൽ. ഓക്കെ. സോ ആർത്തർ മില്ലറിൻ്റെ ബർത്ത് അദ്ദേഹം 17th October 1915 ഹാർലം, ന്യൂയോർക്കിലുള്ള ഹാർലത്തിലാണ് ജനിക്കുന്നത്. ദെൻ ഡൈഡ്, മരണപ്പെട്ടത് 10th February 2005 റോക്സ്ബറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ വൺ മോർ ടൈം ഐ വിൽ ടെൽ. ബർത്ത് 17th October 1915 ഹാർലം എന്ന് പറഞ്ഞ ന്യൂയോർക്ക് സ്ഥലത്ത്. ഡൈഡ്, മരണപ്പെട്ടത് 10th February 2005 റോക്സ്ബറി. സോ ഹി ഈസ് കൺസിഡർഡ് ആസ് പ്ലേറൈറ്റ്, എസ്സേയിസ്റ്റ്, സ്ക്രീൻ റൈറ്റർ ആൻഡ് ഓൾസോ ഈസ് ആക്റ്റഡ് ഇൻ സം ഓഫ് ദ ഫിലിംസ്. കുറച്ച് സിനിമകളിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. 20th century അമേരിക്കൻ തിയേറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പയനിയർ ആണ്, അല്ലെങ്കിൽ ഫൗണ്ടർ ആണെന്നൊക്കെ പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ് ആർത്തർ മില്ലർ. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഫാദർ നെയിം ഇസഡോറ എന്നാണ്. ഇസഡോറ ഒരു പ്രോസ്പറസ് ആയ ഗാർമെൻറ്റ്സ് ബിസിനസ്സിൻ്റെ ഓണറായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫാദർ ഫെയിൽ ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കിലും ആ ഫാദറിൻ്റെ ഫെയിലിയർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഫാദറിൻ്റെ ഫെയിലിയർ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മദർ ബാർനെറ്റ് ഒരു സ്കൂൾ ടീച്ചറാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് എത്തത്തില്ല, അത്രയ്ക്ക് വൈഫുമാരുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു കൗണ്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ഓൾ മൈ സൺസ്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ് എന്നാണ് ഇമ്പോർട്ടൻറ്റ് വർക്കുകൾ. സോ ദ മാൻ ഹു ഹാഡ് ഓൾഡ് ദ ലെഗ്, ഓൾ മൈ സൺസ്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, വില്ലി ലോമാൻ ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ദ ക്രൂസിബിൾ, ഈ വർക്കുകൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഓക്കെ. ദ മാൻ ഹു ഹാഡ് ഓൾഡ് ദ ലെഗ് എന്ന് പറഞ്ഞ വർക്ക്, ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞ വർക്ക്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ എന്ന് പറഞ്ഞ ഇത്രയും വർക്കുകൾ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. കാരണം ദ മാൻ ഹു ഹാഡ് ഓൾഡ് ദ ലെഗ് ആണ് ഫസ്റ്റ് പ്ലേ. സെക്കൻഡ് പ്ലേ ആണ് ഓൾ മൈ സൺസ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ലാസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ദ മിസ്ഫിറ്റ്, അതിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഫിലിം. പിന്നീടുള്ള കുറേ വർക്കുകളുടെ പേര് പറയുന്നുണ്ട്. എ മെമ്മറി ഓഫ് ടു മൺഡേ, എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്, ആഫ്റ്റർ ദ ഫോൾ, ദ പ്രിൻസ്, ദ ആർച്ച് ബിഷസ് സെയിലിംഗ്, അമേരിക്കൻ ക്ലോക്ക്, ദ റൈഡ് ഡൗൺ മിറ്റർ മോർഗൻ, ദ ലാസ്റ്റ് യാങ്കി, ബ്രോക്കൺ ഗ്ലാസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. മേ ബി ഇതിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പേടിക്കണ്ട. കാരണം ഇതിലാകെ കൂട്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഓൾ മൈ സൺസും അതുപോലെ തന്നെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും ദ ക്രൂസിബിളും എപ്പോഴും ഓർത്ത് വെക്കണം. ഇപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ പോലും പറയണം ആർത്തർ മില്ലറിൻ്റെ ഈ 3 വർക്ക് നിങ്ങൾ മറക്കാനേ പാടില്ല. അപ്പോൾ നിങ്ങളത് അത്രയും ഓർത്ത് വെക്കണം. അത് 3 പഠിക്കുക. ദെൻ നിങ്ങൾക്ക് ഓൾ മൈ സൺസിൻ്റെ സമ്മറി സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ്റെ ഒരു സ്റ്റോറി നമുക്ക് ഒരു ചെറിയ സ്റ്റോറി ലൈൻ അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകാം. സോ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആർത്തർ മില്ലർ എഴുതിയ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി, 2 ആക്ട് ട്രാജഡിയാണ്. ക്യാരക്ടർ വില്ലി ലോമാൻ ആണ്. വില്ലി ലോമാൻ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ആണ്. അദ്ദേഹം സക്സസ്ഫുൾ അല്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ആ ഒരു എൻ്റയർ പ്ലേ ഡീൽ ചെയ്യുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് അമേരിക്കൻ ഡ്രീം കാണുന്നുണ്ട്. ദെൻ സൈക്കോളജിക്കൽ കയോസ് ഓഫ് പ്രൊട്ടഗനിസ്റ്റ് ആണ് ആ ഒരു എൻ്റയർ പ്ലേ ഡീൽ ചെയ്യുന്നത്. സോ നമുക്കറിയാം റിയലിസത്തിൻ്റെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. റിയലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. സോ റിയലിസം
കൃത്യമായി പോർട്രേ ചെയ്തിട്ടുള്ളതാണ്. ഒരാളുടെ ലൈഫിൽ വരുന്ന ഫെയിലിയർ, ആ ഫെയിലിയറോടുള്ള ഫിയർ, അൺസക്സസ്ഫുൾ ആയ ലൈഫ്, ഇതൊക്കെ നമ്മുടെ റിയൽ വേൾഡിൽ കാണുന്നതാണ്. സോ റിയലിസം കൃത്യമായി ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ കാണാം. ദെൻ ദ നെക്സ്റ്റ് വർക്ക് ഈസ് ദ ക്രൂസിബിൾ. 1953 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഡ്രമാറ്റൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റോറി ഓഫ് സേലം വിച്ചസ് ആണ്. ഈ സേലം വിച്ചസിൻ്റെ ട്രയൽ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് വിച്ച് സീരീസുകൾ വന്നിട്ടുണ്ട്, അതിലെല്ലാം പറയും സേലം വിച്ചസ് എന്ന് എല്ലായിടത്തും കേൾക്കാം. ഡു വാച്ച് all the witch series because I am a big fan of it. If you able to watch that is a happy for me because എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല സ്റ്റോറീസാണ്. ഞാൻ ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് അങ്ങനെയുള്ള സീരീസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമാവും. വാമ്പയർ ഡയറീസ്, അതുപോലെ ചാർമിഡ്, ലെഗസീസ്, ഇതൊക്കെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വിച്ചസ് സീരീസ് ആണ്. സോ ആ ഒരു സീരീസുകളിലെല്ലാം നമുക്ക് കാണാം സേലം വിച്ചസിൻ്റെ ഒരു റെഫറൻസ്, സേലം വിച്ചസിൻ്റെ ട്രയല്. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മുടെ ക്രൂസിബിളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 1953 ഇത് ഈ മസാച്യുസെറ്റ്സിലുള്ള ബേ കോളനിയിലാണ് ഈ വിച്ച് ട്രയൽ സംഭവിച്ചത്. ഇവരെ നിർത്തി കത്തിച്ചു എന്നാണ് തോന്നുന്നത്. ആക്ച്വലി വിച്ചസ് ഉണ്ടായിരുന്നില്ല. വിച്ചസ് ഇസ് എ ബിലീഫ് എന്ന്, സൂപ്പർ നാച്ചുറൽ ബിലീഫാണ്, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫാണെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ വിച്ചസിൻ്റെ ട്രയൽ നടത്താനുള്ള കാരണം സൊസൈറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില സ്ത്രീകൾ മുന്നോട്ട് വന്നപ്പോൾ അവരെ വിച്ചസ് എന്ന് മുദ്ര കുത്തിയിട്ട് കത്തിക്കുകയായിരുന്നു. അതാണ് ആ ഒരു സ്റ്റോറി. ആ ഒരു സ്റ്റോറിക്ക് ബേസ് ചെയ്തിട്ടാണ് ദ ക്രൂസിബിൾ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. സോ ഈ 2 പ്ലേയുടെ സ്റ്റോറി പറയാൻ കാരണം, നിങ്ങൾ ആർത്തർ മില്ലറിനെ കുറിച്ചൊരു വർക്ക്, ആ ഒരു വർക്ക് നിങ്ങൾക്ക് പഠിക്കാൻ തരുമ്പോൾ മറ്റുള്ള വർക്കുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മറ്റുള്ള വർക്കുമായി ഇത് കമ്പയർ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തന്നാൽ ആൻസറിൽ കമ്പയർ ചെയ്ത് എഴുതാം. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ 2 വർക്കുകളുടെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. സോ വൺ മോർ ടൈം നമുക്ക് ഒന്നും കൂടി കവർ ചെയ്യാം. ഓക്കെ, അമേരിക്കൻ ഡ്രാമ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം തന്നത്. അതിൽ 1600 തൊട്ട് 1700 വരെയുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജോൺ സ്മിത്ത്, ഡാനിയൽ ഡെന്റൺ, വില്യം പെൻ, തോമസ് ആഷ്, റോബർട്ട് ഹണ്ടർ, റോബർട്ട് മൺഫോർഡ്, തോമസ് ഗോഡ്ഫ്രെ, ഇവരുടെയൊക്കെ റൈറ്റിങ്സ് ആണ് ആ കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ റൈറ്റിങ്സ് എന്ന് പറഞ്ഞു. ദെൻ 1800 കാലഘട്ടങ്ങളിലാണ് മെലോ ഡ്രാമ വന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെയിംസ് നെൽസോ ബാർക്കൻ്റെ മെർമിയോൺ സൂപ്പർസ്റ്റിഷൻ ഇന്ത്യൻ പ്രിൻസസ് എന്ന് പറഞ്ഞ വർക്കാണ്. ദെൻ ജോൺ അഗസ്റ്റസ് സ്റ്റോണിൻ്റെ മെറ്റമോർ ആണ്. 19th സെഞ്ച്വറിയിൽ റൊമാൻറ്റിസിസം വന്നു. റൊമാൻറ്റിസിസത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് റിയലിസം വന്നു. മാർക്ക് ട്വൈൻ, ഹെൻറി ജെയിംസ്, അങ്ങനെയുള്ള റൈറ്റേഴ്സൊക്കെ റിയലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഈവൻ ആർത്തർ മില്ലർ ഓൾസോ ഈസ് എ പാർട്ട് ഓഫ് റിയലിസം. ഈസ് ഓൾസോ ഇൻ ദ റിയലിസ്റ്റിക് മൂവ്മെൻറ്റ്. സോ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ദെൻ നമ്മൾ ആർത്തർ മില്ലറിനെ പഠിച്ചു. ആർത്തർ മില്ലർ ഹാർലം, ന്യൂയോർക്കിലെ 17th ഒക്ടോബർ 1915 ജനിക്കുന്നത്. മരണപ്പെടുന്നത് 10th ഫെബ്രുവരി 2005 റോക്സ്ബറിയിലാണ്. ദെൻ അദ്ദേഹം ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, എക്സൈസ്റ്റ് ആയിരുന്നു, സ്ക്രീൻ റൈറ്റർ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഈസ് ഓൾസോ ആക്റ്റഡ് ഇൻ സം മൂവീസ്. അവിടെ വെച്ചിട്ടൊരു പ്രണയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ട്. ദെൻ ഡിവോഴ്സ് ആവുന്നുണ്ട്. സോ അതൊക്കെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ്. ഇഫ് യു റീഡ് മോർ അബൌട്ട് ഹിം യു വിൽ ഗെറ്റ് ലാട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഹിം. ദെൻ മദർ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഫാദർ ഒരു ഗാർമെൻറ്റ്സ് ബിസിനസ്സിലുള്ള വ്യക്തിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഗോട്ട് ഫെയിൽഡ് ഇൻ ഹിസ് ബിസിനസ്. ദെൻ വർക്ക്സ് ഓൾ മൈ സൺ, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്. ഫസ്റ്റ് പ്ലേ ദ മാൻ ഹു ഹാഡ് ഓൾ ദ ലക്ക് എന്ന ആ പ്ലേ ആണ്. പക്ഷേ സക്സസ്ഫുൾ ആയ അദ്ദേഹത്തിൻ്റെ പ്ലേ ഓൾ മൈ സൺ, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ ആണ്. ദ പ്രിൻസ്, ദ ബ്രോക്കൺ ഗ്ലാസ്, ഇതൊക്കെ അതർ വർക്കുകളാണ്. ദെൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വില്ലി ലോമൻ എന്ന് പറഞ്ഞ ഒരു സെയിൽസ്മാൻ്റെ കഥയാണ്. ദെൻ ക്രൂസിബിൾ എന്ന് പറയുന്നത് സെയിലം വിച്ച് ട്രയലിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, നന്നായി പഠിക്കുക. ഞാൻ പിന്നെ പറഞ്ഞിരുന്നു നിങ്ങളോട് അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ കംപ്ലീറ്റ് പീരീഡ്സ് വരുന്ന ഒരു PPT ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും ഓരോ കാര്യങ്ങൾ അറിയാനുള്ള. ആ ഒരു കറക്റ്റ് പീരിയോഡിക്കൽ സ്ട്രക്ചറിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ഐ വിൽ provide it to you. So thank you. Have a nice day.